നിനക്കെല്ലാം ഞാൻ ബാധ്യസ്ഥയാ. നിനക്കറിയോ, ഈ കല്യാണാലോചന വന്നപ്പോ തൊട്ട് ഇത് നടന്നില്ലെങ്കിൽ വിഷം കഴിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന എന്റെ മമ്മി 2 അറ്റാക്ക് കഴിഞ്ഞ് 3ാമത്തെ അറ്റാക്കിന് വേണ്ടിയിട്ട് വെൽക്കം ബോർഡും പിടിച്ചോണ്ട് നിൽക്കുന്ന എന്റെ അച്ഛൻ. ഈ ഒരു കല്യാണം അങ്ങോട്ട് കഴിഞ്ഞ അടുത്ത കല്യാണത്തിന് വേണ്ടി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കാലെടുത്ത് വെച്ചോണ്ട് നിൽക്കുന്ന എന്റെ ഒരു അനിയത്തി. ഇവരുടെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മതിക്കാതിരിക്കും? നോക്ക്, കുടുംബത്തിനാന്നോ പ്രണയത്തിനാന്നോ ത്രാസിൽ ഭാരം കൂടുതലെന്ന് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോ കുടുംബത്തിനായിരുന്നു കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതങ്ങ് സമ്മതിച്ചതാ. അതൊക്കെ എന്റെ തെറ്റ്. നിന്നെ സമ്മതിക്കണം. പള്ളിയിൽ നിന്ന് ഇറങ്ങി എന്റെ അടുത്ത് വരുന്നതിനിടയ്ക്ക് ഒരു കഥ അത് ക്രിയേറ്റ് ചെയ്യാൻ കാണിച്ച നിന്റെ ബ്രില്യൻസ്. നീ പോയ ജിത്തു ജോസഫിനെ ഒന്ന് കാണണം. എന്തിനാ? പുള്ളിക്ക് ഒരു റൈറ്റർ ആവശ്യമുണ്ട്. നിന്നെ കൊണ്ട് പറ്റും. സുധി, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണം. ഈ ജന്മത്തിൽ ഉരുളെ ഉരുട്ടി തന്നിട്ട് അടുത്ത ജന്മത്തിൽ വീണ്ടും ഇലയിട്ട് വിളിക്കണം അവള്.